गुड मॉर्निंग। हिंदी क्लास को सबको स्वागत है। അല്ലേ മനസ്സിലായോ? അപ്പോൾ ഇക്വിറ്റി നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. പുതിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പക്ഷി ഔർ ദീമക്. പക്ഷി ഔർ ദീമക് ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതൊരു കഹാനിയാണ് അഥവാ കഥയാണ്. कहानीकार का नाम മുക്തിബോധ്. പക്ഷി ഔർ ദീമക് എന്ന് പറയുമ്പോൾ പക്ഷി ഔർ ദീമക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്, പക്ഷിയുടെ മീനിങ് പക്ഷി തന്നെയാണ്. ദീമക് എന്ന് പറഞ്ഞാൽ ചെതൽ, നമ്മുടെ എല്ലാം തടികളും സംഭവങ്ങളൊക്കെ ആകെ നശിപ്പിക്കുന്ന ചെതലുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷി ഔർ ദീമക് എന്ന് പറഞ്ഞാൽ പക്ഷിയും ചിതലുകളും. അതായത് ഇന്നത്തെ കാലത്ത് ആർത്തി പിടിച്ച തലമുറ സ്വയം മറന്നുകൊണ്ട് തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആർത്തി പിടിച്ച ആ തലമുറയെക്കുറിച്ചാണ് മുക്തിബോധ് പ്രതീകാത്മകമായിട്ട് പറയുന്നത്. വല്ല ഭാവന ഇങ്ങനെ കാട് കയറിപ്പോയോ? ഇല്ലല്ലോ. ഓക്കെ, പക്ഷി ഔർ ദീമക് കേട്ടോ, അതാ പേര് പക്ഷി ഔർ ദീമക്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഏക് ഥാ പക്ഷി വഹ് नीली आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी था. നോക്കൂ, ഏക് ഥാ പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി ഉണ്ടായിരുന്നു. ഏക്ക് ഒരു ധ ആയിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി തന്നെ, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാൻമേ, അവൻ നീലാകാശത്തിൽ. വഹ് നീലേ ആസ്മാൻമേ, അവൻ നീലാകാശത്തിൽ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ഖൂബ് ഊഞ്ചായി പർ, നല്ല ഉയരത്തിൽ. അവൻ നീലാകാശത്തിൽ നല്ല ഉയരത്തിൽ. ഉടുത്ത ജാ രഹാദ, പറക്കാറുണ്ടായിരുന്നു. അതായത് പക്ഷികൾ എന്ന് പറയുമ്പോൾ പറക്കുന്ന പക്ഷി, പറക്കാത്ത പക്ഷി എന്തെങ്കിലും അറിയാം. വളരെ താഴ്ന്ന് പറക്കുന്ന പക്ഷികളുണ്ട്, ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുണ്ട് അല്ലേ. അപ്പം നമ്മുടെ കാക്ക, കൗവ എന്നൊക്കെ പറയും, അത് താഴ്ന്ന് പറക്കുന്ന പക്ഷിയല്ലേ. അതേസമയം പരുന്ത് പോലെ, ഈഗിൾ പോലെ സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വളരെ ഉയരത്തിലാണ്. ഇത് വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയായിരുന്നു. വഹ് നീലേ ആസ്മാൻമേ ഖൂബ് ഊഞ്ചായി പർ ഉടുത്ത ജാ രഹാ ഥാ. എന്താ പറയുക, അവൻ നീലാകാശത്തിൽ നല്ല ഉയരത്തിൽ പറക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭീ ഥേ. ഉസ്കെ സാത്ത്, ഉസ്കെ അവൻ്റെ, സാത്ത് കൂടെ, ഒപ്പം, അവനോടൊപ്പം. ഉസ്കെ അവൻ്റെ, പിതാവും, മിത്ര കൂട്ടുകാരും ഥേ ഉണ്ടായിരുന്നു. അവനോടൊപ്പം അവൻ്റെ പിതാവും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇതാണ് മക്കളെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോ കൊച്ചിനെ ഹി സമച്ചാതാ? ഓക്കെ, മനസ്സിലായോ? ക്യാൻ യു ഫോളോ മീ? യെസ്, ക്ലിയർ ആണല്ലേ. ഒരു പക്ഷി ഉണ്ടായിരുന്നു, അവൻ നീലാകാശത്തിൽ നല്ല ഉയരത്തിൽ പറക്കാറുണ്ടായിരുന്നു. അവനോടൊപ്പം ഉസ്കെ സാത്ത് കോൻത്തെ, അവനോടൊപ്പം ആരൊക്കെയുണ്ട്? ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭീത, അവനോടൊപ്പം അവൻ്റെ കൂട്ടുകാരും, അവൻ്റെ പിതാവും കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സബ് ബഹുത്ത് ഊഞ്ചായി. അടുത്ത പാരഗ്രാഫ് നോക്കൂ.
सब बहुत ऊंचाई पर उड़ने वाला पक्षी थे। उनकी निगाहों भी बड़ी तेज थी। उन्हें दूर दूर की भनक और दूर दूर के महक भी मिल जाती। सब बहुत ऊंचाई पर उड़ने वाले പക്ഷി थे. അവരെല്ലാവരും ബഹുത്ത് ഊഞ്ചായി പർ വളരെ ഉയരത്തിൽ, ബഹുത്ത് ഊഞ്ചായി വളരെ ഉയരം, വളരെ ഉയരത്തിൽ, ഉടനെ വാലെ പറക്കുന്ന പക്ഷിയുടെ പക്ഷികളായിരുന്നു. അവരെല്ലാം, ഈ പക്ഷികളെല്ലാം വളരെ ഉയരത്തിൽ പറക്കുന്നവയായിരുന്നു. ബഹുത്ത് ഊഞ്ചായി, ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഉയരം. ഉടനെ വാലെ പക്ഷിത് ഉൻകി നിഗഹേം ഭി, അവൻ്റെ നോട്ടത്തിൽ, നിഗഹ് നോട്ടം, നോട്ടത്തിലും, ബഡി തേസ് ദി വളരെ വേഗത അല്ലെങ്കിൽ മൂർച്ച എന്നൊക്കെ പറയും. അവൻ്റെ നോട്ടത്തിനും വളരെ വേഗത അല്ലെങ്കിൽ മൂർച്ച. ഈ പക്ഷികളുടെ നോട്ടം എന്ന് പറയുമ്പോൾ പരുന്തിനൊക്കെ താഴെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റാഞ്ചാന് ഭയങ്കര ശക്തിയാണ് കണ്ണിന്, അല്ലേ? അതാ ഉദ്ദേശിച്ച്. ഉൻകി നിഗഹം ഭി ബഡി തേജ് ദി, അവൻ്റെ നോട്ടത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേഗത ഉണ്ടായിരുന്നു. ഉനേം ദൂർ ദൂർ കി ഭനക്ക് ഔർ ദൂർ ദൂർ കി മഹക്ക് ഭി മിൽ സക്തി थी, മിൽ ജാതി. അവന് ദൂർ ദൂർ കി ഭനക്ക്, ദൂരെ ദൂരം വരെയുള്ള, വളരെ ദൂരെയുള്ള, ഭനക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം, ഭനക്ക്. അവന് ദൂരെ ദൂരം വരെയുള്ള ചെറിയ ശബ്ദങ്ങളും, ദൂർ ദൂർ, അതേ ഇടയ്ക്കിൻ്റെ കൈ തട്ടി താഴെ വീണതാട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, പൊട്ടിയോ? ഇല്ല. ഉനെ ദൂർ ദൂർ കി ഭനക്ക്, അവന് ദൂരെ ദൂരം വരെയുള്ള ചെറിയ ശബ്ദങ്ങളും, ദൂർ ദൂർ കി മഹക്ക്, വളരെ ദൂരം വരെയുള്ള, മഹക്ക് എന്ന് പറഞ്ഞാൽ സുഗന്ധം, സുഗന്ധവും മിൽ ജാതി ലഭിക്കുമായിരുന്നു. വളരെ ദൂരം വരെയുള്ള, ദൂരത്തുള്ള ചെറിയ സൗണ്ടുകളും, വളരെ ദൂരത്ത് വ്യാപിച്ച് കിടക്കുന്ന സുഗന്ധങ്ങൾ പോലും, ഗന്ധങ്ങൾ പോലും അവന് കിട്ടുമായിരുന്നു. ആ ഒരു പക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ പറയാം, ഇടയ്ക്ക് നമ്മുടെ ഈ ട്രൈപ്പോഡിൽ നിന്നൊക്കെ വീണതുകൊണ്ടേ ശരിയായിട്ടോ, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ഒരിക്കൽ കൂടി പറയാൻ മക്കൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറയണത് 9ാം ക്ലാസ്സുകാർ. ഓക്കെ, വൈകാതെ നമ്മൾ ഓഫ്ലൈൻ കാണുമ്പോൾ ഞാൻ ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയുണ്ട് ക്ലാസ്സിൽ. പക്ഷേ ഓഫ്ലൈൻ കാണുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെ ക്ലാസ് തീരെ ആക്റ്റീവ് അല്ലാത്ത കുറേ പേരുണ്ട്, സംശയം ചോദിക്കാത്ത ആൾക്കാർ, അവരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, നോക്കൂ, സബ് ഒരിക്കൽ കൂടെ പാരഗ്രാഫ് നോക്കൂ. സബ് ബഹുത്ത് ഊഞ്ചായി പർ ഉടനെ വാലെ പക്ഷി थे, അവരെല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗഹം ഭി ബഡി തേസ് തി, അവൻ്റെ നോട്ടത്തിന് വലിയ മൂർച്ചയുണ്ടായിരുന്നു, തീഷ്ണതയുണ്ടായിരുന്നു. ഉനേം ദൂർ ദൂർ കി ഭനക്ക് ഔർ ദൂർ ദൂർ കി മഹക്ക് ഭി മിൽ ജാതി, അവർക്ക് ദൂരെ ദൂരെയുള്ള ചെറിയ ശബ്ദങ്ങളും, ദൂരെ ദൂരെയുള്ള സുഗന്ധവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അല്ലേ? ചില ആളുകൾക്ക് ഭയങ്കര ഘ്രാണശക്തി ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ പക്ഷിയും അത്രയും പെട്ടാട്ടോ. നോക്കൂ ആ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫും. ഏക് ദിൻ വഹ് നൗജവാൻ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി एक बैलगाड़ी को देख लेता है, उसमें बड़े बड़े बोरे भरे हुए हैं. गाड़ी वाला चिल्ला चिल्ला कर कहता, 2 दीमके में लो, एक पंख दो. ഇനി നോക്കൂ, ഏക് ദിൻ ഒരു ദിവസം, വഹ് നൗജവാൻ പക്ഷി ആ ചെറുപ്പക്കാരനായ പക്ഷി, ആ കുഞ്ഞു പക്ഷി, നൗജവാൻ യങ് എന്ന മീനിങ്, ആ ചെറുപ്പക്കാരനായ പക്ഷി, ജമീൻ പർ ചൽത്തെ ഹുയ നിലത്തുകൂടെ, ഭൂമിയിലൂടെ, ജമീൻ ഗ്രൗണ്ട്, നിലത്തൂടെ ചൽത്തി പോകുന്ന, സഞ്ചരിക്കുന്ന,
നിലത്തൂടെ സഞ്ചരിക്കുന്ന ഏക് ബൈൽ ഗാഡി കോ ദേഖ് ലേത്ത. ബൈൽ ഗാഡി, ബൈൽ എന്ന് പറഞ്ഞാൽ കാള, ഗാഡി മീൻസ് വണ്ടി, ബൈൽ ഗാഡി ബുള്ളോക്ക് കാർട്ട് കാളവണ്ടി. ഒരു കാളവണ്ടിയെ ദേഖ് ലേത്ത കണ്ടു. ഒരു ദിവസം ആ ചെറുപ്പക്കാരനായ പക്ഷി ഇങ്ങനെ ആകാശത്ത് പറക്കുമ്പോഴേ താഴെ റോഡിലൂടെ, റോഡിലൂടെ പറഞ്ഞില്ല, പക്ഷെ നിലം ആയിരിക്കും, നിലം റോഡൊക്കെ ആയിരിക്കുമല്ലോ, അതിലൂടെ ഒരു കാളവണ്ടി, പഴയ കാളവണ്ടി, കുടു അല്ലല്ലേ, കിടിക്കിണിയാണ്. കാളവണ്ടി കണ്ടിട്ടുണ്ടോ? आपको अपने ज़िंदगी में किसी बैलगाड़ी देख सकता है ना? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും കാളവണ്ടി കുട്ടു ഇല്ല, കണ്ടില്ല അല്ലേ? ഏതായാലും ഒരു കാളവണ്ടി പോകുന്നത് കണ്ടു. ഉസ്മേം ബഡേ ബഡേ ബോരെ ബരേ ഹുയി. അതിൽ ആ കാളവണ്ടിയിൽ ഉസ്മേം അതിൽ ബഡേ ബഡേ വലിയ വലിയ, ബോരെ എന്ന് പറഞ്ഞാൽ ചാക്ക്, നമ്മുടെ ചാക്കന്നെ, ബരേ ഹുയേഹെ നിറച്ചിരുന്നു. അതിൽ എന്താണ്? അതിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചിരുന്നു. ഏതിൽ? വഹ് ബൈൽ ഗാഡിമേ. ആ കാളവണ്ടി നിറയെ എന്തുണ്ട്? വഹ് ബൈൽ ഗാഡിമേ ക്യാ ക്യാ ഹെ? വഹ് ബൈൽ ഗാഡിമേ ബഡേ ബഡേ ബോരെ ബരേ ഹുയേഹെ, വലിയ വലിയ ചാക്കുകൾ നിറച്ചിരുന്നു. ഗാഡിവാല ചില്ലാക്കർ കഴുത്ത, നമ്മുടെ വണ്ടിക്കാരൻ ചില്ലാക്കർ ഉറക്കെ വിളിച്ചു പറയാം. അതിന് ചില്ല എന്നൊക്കെ പറയും, ചില്ലാനോ റോറിങ് എന്നൊക്കെ പറയുന്ന പോലെ. നമ്മളെ മീൻകാരൻ മീനി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവം ഉണ്ടല്ലോ, ആൾക്കാരെ ആകർഷിക്കാൻ വേണം. അതേപോലെ ഇപ്പോൾ പച്ചക്കറിക്കാരനാണെങ്കിലും നമ്മൾ ഗുഡ്സിലൊക്കെ പച്ചക്കറിയൊക്കെ എടുക്കുമ്പോഴൊക്കെ ആൾക്കാരെങ്ങനെ വണ്ടി ഇങ്ങനെ ഹോണ് മുഴക്കുകയും ചെയ്യും, ഉറക്കെ പറയുകയും ചെയ്യും അല്ലേ? ഇല്ലേ, നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഓക്കെ. അതുപോലെ ഇയാളെന്ത് പറഞ്ഞു? ആ വണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുക, ആർപ്പ് വിളിച്ചു പറയുക എന്നൊക്കെയാണ് ചില്ലാക്കർ. ഉറക്കെ ആർപ്പ് വിളിച്ച് എന്ത് പറയുന്നുണ്ട്? ദോ ദീപക്കേം ലോ ഏക്ക് പങ്കുതോ. ദോ ദീപക്കേം ലോ, രണ്ട് ചെതലുകൾ എടുത്തോളൂ. ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തരൂ, രണ്ട് ചെതലുകൾ അങ്ങോട്ട് തരാം. കച്ചവടമാണ്. അതായത് ഇവിടെ നമ്മുടെ വണ്ടിക്കാരൻ്റെ വണ്ടിയിലെ ചാക്കിൽ നിറയെ ദീമക്കാണ്, ചെതലുകളാണ്. അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ അയാളെ കച്ചവടമാണ്. ഒരു തൂവൽ തരൂ, രണ്ട് ചെതലെടുത്തോളൂ. ദോ ദീമക്കേം ലോ, രണ്ട് ചെതലുകൾ ലോ എടുത്തോളൂ. ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തരൂ എന്ന് പറഞ്ഞു. അതാണ് ആ 3 പാരഗ്രാഫ് കേട്ടോ. സംശയങ്ങളൊന്നുമില്ലല്ലോ? എങ്ങനെ ഉണ്ടാവാനല്ലേ ഉഷാറുള്ളത് നിങ്ങൾ? ഓക്കെ, ഇനി നോക്കൂ. ഉസ് നൗജവാൻ പക്ഷി കോ ദീപകോം കാ ശൗക്ക് ഥാ. वैसे तो ऊंचे उठने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. उस नौजवान പക്ഷി को, നൗജവാൻ പക്ഷി, ചെറുപ്പക്കാരനായ പക്ഷി. ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദീമഗോംക, ചിതലുകളെ, ശൗക്ക് ഥ, ഇഷ്ടമായിരുന്നു. ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ചിതലുകളെ ഇഷ്ടമായിരുന്നു. വൈസേ തോ ഊഞ്ചെ ഉഠ്നെ വാലെ പഞ്ചിയും കോ, അപ്രകാരമുള്ള, അപ്രകാരമുള്ള, ഊഞ്ചെ ഉഠ്നെ വാലെ, ഉയരത്തിൽ പറക്കുന്ന, അവനെപ്പോലെയുള്ള അല്ലെങ്കിൽ അപ്രകാരം ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക്, പഞ്ചി എന്ന് പറഞ്ഞാലും ബേർഡ്, പക്ഷി എന്ന് തന്നെ മീനിങ് ഇടാം. പക്ഷികൾക്ക് ഹവാ മേം ഹി, വായുവിൽ തന്നെ. ഹവ എന്ന് പറഞ്ഞാൽ എയർ അല്ലെങ്കിൽ വിൻഡാണ്, ഇവിടെ അർത്ഥം വായുവിലാണ്. വായുവിൽ നിന്ന് തന്നെ. ബഹുത്ത് സേ കീടെ, വളരെയധികം പ്രാണികളെ, ബഹുത്ത് സേ കീടെ, വളരെയധികം പ്രാണികളെ, തൈർത്തേ ഹുയെ മിൽ ജാത്തെ, നീന്തിക്കൊണ്ട് ലഭിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാലേ വായുവിൽ നീന്തുക എന്ന് പറഞ്ഞാൽ പറക്കുകയാണ്. വായുവിൽ ഇങ്ങനെ നീണ്ട ഹൈറ്റിൽ പറക്കണ സമയത്ത് ചില പ്രാണികളൊക്കെ ഉണ്ടാവും അവിടെ, വായുവിലുണ്ടാവും, പാറ്റ പോലും. അവർക്ക് അവിടെ തന്നെ കിട്ടും ഭക്ഷണം. അവർക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ജിനേം ഗാക്കർ, അത് തിന്നിട്ട്, വേ അവൻ, അപ്പനി ഭൂഖ്, തൻ്റെ വിശപ്പ്,
അവർക്ക് തൻ്റെ വിശപ്പ് ധോടി ബഹുത്ത് വളരെയധികം ശാന്ത് കർലേത്തെ ശാന്തമാകുമായിരുന്നു. അവർക്കിങ്ങനെ താഴേക്കിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കുള്ള ഭക്ഷണം പടച്ചോൻ ദൈവമൊക്കെ വായുവിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവർ വായുവിൽ പറക്കുന്ന സമയത്ത് തന്നെ ജബുനെ ഹവാമേ ഉടനെ സമയ ഉസ്കെ ഖാന ഉസ്കോ തൈർ ഭി ഹവാമേ മിൽത്ത ഹെ എന്നാണ്. ഇത് മനസ്സിലായത്? അവരിങ്ങനെ വായുവിൽ പറക്കുന്ന സമയത്ത് അവർക്കുള്ള ഭക്ഷണം, ചെറിയ പ്രാണികളൊക്കെ വായുവിൽ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് അവർക്ക് താഴെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. പക്ഷികളെ ജനിച്ചത് സുഖമാണ് അല്ലേ. നല്ല സുഖമായിട്ട് പറന്ന് നടക്കുക, സ്കൂളിൽ പോകണ്ട. ഇതുപോലെ ഹിന്ദി പഠിച്ചു അന്തം കൂട്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. നോക്കൂ, അതാണ് ആ മീനിങ്. ഒരിക്കൽ കൂടി മീനിങ്ങിന് പറഞ്ഞ് നോക്കൂ. ഉസ് നൗജവാൻ പക്ഷിക്കോ, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദീമഗോം കാ ഷൗക്ക് ഥ, ചിതലുകളെ ഇഷ്ടമായിരുന്നു. വൈസേത്തോ ഊഞ്ചെ ഉട്നേവാലെ പംചിയോക്കം, അപ്രകാരമുള്ള ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേംഹി വായുവിൽ നിന്ന് തന്നെ ബഹുത്ത് സേ കീടെ വളരെയധികം പ്രാണികളെ തൈർത്തെ ഹുയെ മിൽ ജാത്തെ നീന്തിക്കൊണ്ട്, വായുവിൽ നീന്തിയ ചിറകിട്ടടിക്കുക, നീന്തി പോകുമ്പോൾ ലഭിക്കുമായിരുന്നു. ജിനേം ഖാക്കർ, അതിനെ തിന്നിട്ട്, വേ അപ്പനെ ഭൂഖ്, അവർക്ക് തൻ്റെ വിശപ്പ്, ധോടി ബഹുത്ത് ശാന്ത് കർലേത്തെ, വളരെയധികം ശമിപ്പിക്കാമായിരുന്നു, ശാന്തമാക്കാമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ലേക്കിൻ ദീമകേം സിർഫ് ജമീൻ पर मिलती थी, कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंच डाल तक वे अपना मटियाला लंबा घर बना लेती, लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. लेकिन दीमकें सिर्फ जमीन पर मिलती थी, എന്നാൽ ചിതലുകൾ കേവലം ജമീൻ പർ മിൽത്തീത്, നിലത്താണ് ലഭിക്കുക. ചിതലുകൾ നിലത്താണ്. ആകാശം മുട്ടുള്ള മരത്തിൽ ചതിലുണ്ടെങ്കിലും ചതിൽ കയറുന്ന നിലത്തുനിന്നാണല്ലോ അല്ലേ. നിലം മുട്ടി നിൽക്കുമ്പോഴാണ് ചതിൽ വരിക. എന്നാൽ ചിതലുകളെ കേവലം നിലത്താണ് ലഭിച്ചിരുന്നത്. താഴത്ത് വരണം. കഭി കഭി പേടോം പർ, ഇടയ്ക്കിടെ മരങ്ങളിൽ കാണാൻ കഴിയും. എന്തിന്? ചിതലുകളെ. ജമീൻ സെ തനേപ്പർ ചടുക്കർ, അവ എന്ത് ചെയ്യും? അവ നിലത്ത് നിന്ന് തനേപ്പർ ചടുക്കർ, മരത്തിൻ്റെ തടി മരത്തടിയിൽ ചടുക്കർ കയറിയിട്ട് ഊഞ്ചി ഡാൽത്ത്, ഉയരമുള്ള കൊമ്പുകൾ വരെ, വേ അപ്ന മട്ടിയാല, അവ മണ്ണുകൊണ്ടുള്ള ലംബാഘർ, നീണ്ട വീട് ബനാലേത്തി, ഉണ്ടാക്കുമായിരുന്നു. അതായത് ചെതലിൻ്റെ വീട്, ചെതൽ പുറ്റ് എന്നൊക്കെ പറയില്ലേ. അവ ഇവിടെ പറഞ്ഞെന്താണ്? ഇടയ്ക്കിടെ വലിയ ഉയരങ്ങൾ വരെ, വലിയ മരത്തിൻ്റെ വലിയ കൊമ്പ് വരെ അവ മണ്ണുകൊണ്ടുള്ള വലിയ വീട് ഉണ്ടാക്കും. ലേക്കിൻ ഐസേ ഹി കുച്ച് ഹി പേടിലെ ഹോത്തെ, എന്നാൽ ഐസേ കുച്ച് ഹി പേട് ഹോത്തെ, ഇപ്രകാരമുള്ള കുറച്ച് മരങ്ങളേ ഉള്ളൂ. അവർ വേ സബ് ഏക്ക് ജഗഹ് ന മിൽത്ത, മാത്രമല്ല അവയെല്ലാം ഒരേ സ്ഥലത്ത് കാണപ്പെടില്ല. വേ സബ് ഏക്ക് ജഗഹ് ന മിൽത്ത, അവയെല്ലാം ഒരൊറ്റ ഇതിൽ കാണപ്പെടില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും വായിക്കെടുത്ത വാകട്ടാ.